നമസ്കാരം, ലേൺ ഐ2ലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒബ്ജക്റ്റ് ഓറിയന്റഡ് കൺസെപ്റ്റിൻ്റെ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത്. ഇൻഹെറിറ്റൻസിനോട് ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ കൺസ്ട്രക്ടർ, ഇൻ്റർഫേസ്, ഇൻജെക്ഷൻ ഓഫ് ഇൻ്റർഫേസ് ഈ 3 കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. ഓക്കെ, ഇൻഹെറിറ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത് ഡെഫിനിഷനിലേക്ക് ആദ്യം പോകാം. Inheritance is a process in which one object acquires all the properties and behavior of its parent object automatically. അതായത് ഒരു ഒബ്ജക്റ്റ് അല്ലെങ്കിൽ ഒരു ക്ലാസ് അതിൻ്റെ പാരൻ്റ് ക്ലാസ്സിൻ്റെ എല്ലാ പ്രോപ്പർട്ടികളും, എല്ലാ ബിഹേവിയേഴ്സും, എല്ലാ ഫങ്ഷനും, എല്ലാ വേരിയബിൾസും എല്ലാം ഈ ചൈൽഡ് ക്ലാസ് അക്വയർ ചെയ്യും, ചൈൽഡ് ക്ലാസ്സിന് കിട്ടും. നമ്മൾ സാധാരണ പാരമ്പര്യം എന്ന് പറയുന്ന പോലെ നമ്മളുടെ ഫാദറിൻ്റെ അല്ലെങ്കിൽ മദറിൻ്റെയോ മുഖച്ഛായ അല്ലെങ്കിൽ ചില ക്യാരക്ടേഴ്സ് നമുക്ക് കിട്ടുന്ന പോലെ തന്നെ ഇതിൽ 2 ക്ലാസ്സുകളുണ്ട്. ഒന്ന് പാരന്റ് ക്ലാസ്സും മറ്റേത് ചൈൽഡ് ക്ലാസ്സും. ഈ ചൈൽഡ് ക്ലാസ്സിന് പാരന്റ് ക്ലാസ്സിൻ്റെ എല്ലാ സ്വഭാവങ്ങളും എല്ലാ പ്രോപ്പർട്ടികളും കിട്ടുന്നതിനെയാണ് ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത്. അത് വെറുതെ കിട്ടില്ല, നമ്മൾ ഇൻഹെറിറ്റൻസ് ചെയ്യണം. C# അല്ലെങ്കിൽ ഏത് ലാംഗ്വേജിലാണ് ചെയ്യുന്നത് അതിൽ ഇൻഹെറിറ്റൻസ് നമ്മൾ ചെയ്യണം. ഓക്കെ, ഇനി ഇൻഹെറിറ്റൻസിൻ്റെ കുറേ രൂപങ്ങളാണ് എഴുതിയിരിക്കുന്നത്. ഇതിലിപ്പോൾ ക്ലാസ് ബി, ക്ലാസ് എ. ഓക്കെ, ക്ലാസ് എൻ്റെ പ്രോപ്പർട്ടികൾ ബിയിൽ കിട്ടും, അതാണ് സിംഗിൾ ഇൻഹെറിറ്റൻസ്. ക്ലാസ് എൻ്റെ പ്രോപ്പർട്ടികൾ ബിയിലും കിട്ടും, ബീൻ്റെ പ്രോപ്പർട്ടികൾ സിയിലും വരും, അതാണ് മൾട്ടി ലെവൽ ഇൻഹെറിറ്റൻസ്. ഇതേപോലെ ഹൈറാർക്കിക്കൽ ഇൻഹെറിറ്റൻസ്, ബിയുടെ സിയുടെ പ്രോപ്പർട്ടികൾ എയുടെ പ്രോപ്പർട്ടികൾ ബിയിലും സിയിലും കിട്ടും, അതുപോലെ തന്നെ എയിലെയും ബിയിലെയും പ്രോപ്പർട്ടികൾ സിയിൽ കിട്ടും. അപ്പം ഇതുപോലെ തന്നെ ഹൈബ്രിഡ് ഇതും കുറച്ച് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു ക്ലാസ്സിൻ്റെ പ്രോപ്പർട്ടികൾ ഫങ്ഷന് മറ്റൊരു ക്ലാസ്സിലേക്ക് കിട്ടുന്നതിനെ നമ്മൾ ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇൻഹെറിറ്റൻസിൻ്റെ ചെറിയ സാമ്പിൾ കോഡ് ഞാൻ നിങ്ങൾക്ക് ഇതിനകത്ത് കാണിച്ചു തരാം. ഓക്കെ, ഇതാണ് ഇൻഹെറിറ്റൻസിൻ്റെ ഒരു സാമ്പിൾ കോഡ്. ഇവിടെ പാരന്റ് ക്ലാസ്സായി ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് വെഹിക്കിൾ എന്നാണ്, അല്ലേ? വെഹിക്കിൾ എന്ന് പറഞ്ഞാൽ പലതരത്തിലുള്ള വെഹിക്കിൾ ഉണ്ടാവാം. അതിന് അണ്ടറിൽ വരുന്നൊരു ക്ലാസ്സാണ്, ഒരു ചൈൽഡാണ് കാർ എന്ന് പറയുന്നത്, അല്ലേ? അപ്പോൾ കാർ എന്ന് പറയുന്ന ക്ലാസ് വെഹിക്കിളിൻ്റെ പ്രോപ്പർട്ടി ഇൻഹെറിറ്റ് ചെയ്യുന്നത് എങ്ങനെ? അതിൻ്റെ സിൻടാക്സ് ഇങ്ങനെയാണ്, കണ്ടോ? ക്ലാസ് കാറ് ഒരു കോളൻ ഇട്ടിട്ട് വെഹിക്കിൾ, മോളിൽ ഓൾറെഡി വെഹിക്കിൾ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് നമ്മളിവിടെ വെഹിക്കിളിന് കൊടുക്കുന്നു. അപ്പം ഈ ബ്രാൻഡ്, ഈ ഹോങ് എന്ന് പറഞ്ഞ ഈ 2 പ്രോപ്പർട്ടികൾ നമുക്ക് ഇതിനകത്തും കിട്ടും. ഓക്കെ, കാറിനകത്തും കിട്ടും. അപ്പോൾ അത് കൂടാതെ അഡീഷണൽ കാറിൻ്റെ പ്രത്യേകതയാണ് മോഡൽ, അല്ലേ? മസ്റ്റാങ് എന്ന് പറഞ്ഞാൽ അത് കാറിൻ്റെ മോഡലാണ് മസ്റ്റാങ് എന്ന് പറയുന്നത്. പക്ഷേ വെഹിക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബ്രാൻഡാണിത്, ഫോർഡ്. അപ്പോൾ ഇനി ഈ വെഹിക്കിൾ എന്ന് പറഞ്ഞ പാരന്റ് ക്ലാസ് കാർ എന്ന ചൈൽഡ് ക്ലാസ്സിലേക്ക് ഇൻഹെറിറ്റ് ചെയ്തേക്കാണ് ഈ സിൻടാക്സ് വഴി, കാറ് കോളൻ വെഹിക്കിൾ. ഇനി ഇതിനെ എങ്ങനെ യൂസ് ചെയ്തെന്ന് നോക്കാം. ഇനിയിപ്പോൾ കാറ്, മൈ കാർ ഇക്കൽ ന്യൂ കാർ, കാറിൻ്റെ ഒരു ഒബ്ജക്റ്റ് ഇവിടെ ക്രിയേറ്റ് ചെയ്തു. ഇതാണ് കാറിൻ്റെ ക്ലാസ്, ഒബ്ജക്റ്റ് താഴെ ക്രിയേറ്റ് ചെയ്യും. മൈ കാർ ഡോട്ട് ഹോങ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഈ മെത്തേഡ് ഉണ്ട്, കണ്ടോ? ഗോ ടു ഡെഫിനീഷൻ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ പോകും, കണ്ടോ? അപ്പം ആ മെത്തേഡ് ഇവിടെ ഇൻഹെറിറ്റ് ചെയ്ത് വന്നേക്കാണ്, മൈ കാർ ഡോട്ട് ഹോങ്. അതുപോലെ തന്നെ മൈ കാർ ഡോട്ട് ബ്രാൻഡ് ഇവിടെ കിട്ടുന്നുണ്ട്, അല്ലേ? പറയുമ്പോൾ ഈ ക്ലാസ്സിനകത്ത് ബ്രാൻഡ് ഇല്ലല്ലോ, പക്ഷേ ഇതിൻ്റെ ഒബ്ജക്റ്റ് ഉണ്ടായിട്ട് ഈ മുകളിലത്തെ ബ്രാൻഡ് നമുക്ക് ഈ ക്ലാസ്സിൻ്റെ ഒബ്ജക്റ്റിൽ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ മോഡൽ നെയിം ഈ ക്ലാസ്സിനകത്ത് തന്നെ ഉള്ളതും അവൈലബിൾ ആണ്. ഇനി ഇതൊന്ന് റൺ ചെയ്യിച്ച് നോക്കാം നമുക്ക്. ഇപ്പം നമുക്ക് ആ ഹുങ്ക് എന്ന് പറഞ്ഞ മെത്തേഡ് എക്സിക്യൂട്ട് ചെയ്തു. അതിനുശേഷം ഫോർഡ് എന്നുള്ളത് നമുക്ക് പാരന്റ് ക്ലാസ്സിൽ കിട്ടി, മസ്റ്റാങ് എന്ന ചൈൽഡ് ക്ലാസ് വാല്യൂം കൂടെ കിട്ടി. അത് രണ്ടും കൂടെ നിന്നാണ് നമ്മളിവിടെ കൺസോളിലേക്ക് റേറ്റ് ചെയ്തത്. ഇതേപോലെ നമുക്ക് ഓരോ ക്ലാസ്സുകളും ഇതുപോലെ ചെയ്യാൻ പറ്റും. ഇതാണ് ഒറ്റ നോട്ടത്തിൽ പറയുകയാണെങ്കിൽ ഇൻഹെറിറ്റൻസ്. ഇത് പല രീതിയിലുള്ള ഇൻഹെറിറ്റൻസ് ഉണ്ട്. ഇപ്പോൾ ജസ്റ്റ് ഇതെന്താണ് സിംഗിൾ ഇൻഹെറിറ്റൻസ്, അതായത് ഈ ക്ലാസ്സിനെ നമ്മൾ ജസ്റ്റ് ഈ ക്ലാസ്സിൽ വിളിച്ചു. നമ്മളിവിടെ ഫസ്റ്റ് പേജിൽ കണ്ടതുപോലത്തെ സിംഗിൾ ഇൻഹെറിറ്റൻസ് ആണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. ഇതേപോലത്തെ ഇൻഹെറിറ്റൻസ് ആണ്
ഇപ്പോൾ കണ്ടത്. അങ്ങനെ പല ലെവലിലുള്ള ഇൻഹെറിറ്റൻസ് ഉണ്ട്. ചില ഇൻഹെറിറ്റൻസ് നമ്മൾ മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ് സിയിൽ അച്ചീവ് ചെയ്യാൻ പറ്റും. C# മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ചില കാര്യങ്ങൾ പഠിക്കേണ്ടതുണ്ട്. അത് നോർമലി ഡയറക്റ്റായിട്ട് നമുക്ക് വിളിക്കാൻ പറ്റില്ല. അതിന് ഫസ്റ്റ് ഒരു ബേസ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഒരു കൺസ്ട്രക്ടർ എന്ന് പറഞ്ഞൊരു സംഭവമാണ്. എന്താണ് കൺസ്ട്രക്ടർ എന്ന് നോക്കാം. എ കൺസ്ട്രക്ടർ ഈസ് എ special method of the class which gets automatically invoked whenever an instance of the class is created. ക്ലാസിൻ്റെ ഒരു ഒബ്ജക്റ്റ് അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി എക്സിക്യൂട്ട് ചെയ്യുന്നതാണ് കൺസ്ട്രക്ടർ എന്ന് പറയുന്ന ഒരു മെത്തേഡ്. ഇവിടെ കണ്ടോ, ഇത് ക്ലാസ് വെഹിക്കിൾ എന്ന ക്ലാസ്സിനകത്തൊരു മെത്തേഡ് ഉണ്ടല്ലേ, പബ്ലിക് വെഹിക്കിൾ എന്ന് പറഞ്ഞ മെത്തേഡ്. ഈ ക്ലാസ്സിൻ്റെ അതേ പേരായിരിക്കണം ഈ മെത്തേഡിനും, എന്നാലേ കൺസ്ട്രക്ടർ വർക്ക് ചെയ്യുള്ളൂ. എന്നിട്ട് നമ്മൾ വെഹിക്കിളിൻ്റെ ഒബ്ജക്റ്റ് എപ്പോഴാണോ ക്രിയേറ്റ് ചെയ്യുന്നത് അപ്പം ഈ മെത്തേഡ് ഓട്ടോമാറ്റിക്കലി ഇത് എക്സിക്യൂട്ട് ആവും. ഇപ്പോൾ ഇവിടെ നമ്മൾ എന്താ കൊടുത്തേക്കുന്നത്, വെറുതെ ഒരു ഇൻസ്റ്റാൻഷിയേറ്റ് ചെയ്യാൻ കൊടുത്തേക്കാണ് നമ്മൾ ഒരു ഒബ്ജക്റ്റ് അല്ലേ, അത് ഈക്വൽ ടു ഇതെന്ന് പറഞ്ഞ് കൊടുത്തേക്കാണ്. ഇത് ഓട്ടോമാറ്റിക് വർക്ക് ചെയ്യും വെഹിക്കിളിൻ്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ. അപ്പോൾ ഇവിടെ ഈ കാർ എന്താണ് എന്നുള്ളൊരു സംശയം ഉണ്ടാവും. അതാണ് ഇനി എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്, ഇൻ്റർഫേസ്. ഓക്കെ, ഇൻ്റർഫേസ് ആണ് അടുത്തായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. കൺസ്ട്രക്ഷൻ ഇത്ര മനസ്സിലാക്കിയാൽ മതി. നമ്മൾ ഒരു ക്ലാസിൻ്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി എക്സിക്യൂട്ട് ചെയ്യുന്ന കുറച്ച് കോഡുകളുണ്ട്. അത് ഇങ്ങനത്തെ ഒരു മെത്തേഡിനകത്ത് നമ്മൾ എഴുതി വെക്കണം. ക്ലാസിൻ്റെ അതേ പേരായിരിക്കണം മെത്തേഡിന്. അപ്പോൾ ക്ലാസിൻ്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക് ഇത് വർക്ക് ചെയ്യും. അതാണ് കൺസ്ട്രക്ടർ. ഇപ്പോൾ അത്രയും മനസ്സിലാക്കിയാൽ മതി. ഇനി അടുത്തത് ഇൻ്റർഫേസ്. ഇൻ്റർഫേസ് ഇൻ C# ഈസ് എ ബ്ലൂ പ്രിൻ്റ് ഓഫ് ക്ലാസ്. ഒബ്ജക്റ്റ് പോലെ തന്നെ ക്ലാസിൻ്റെ ബ്ലൂ പ്രിൻ്റ് ആണെന്ത് ഇൻ്റർഫേസ്. പക്ഷേ ഡിഫറൻസ് എന്താണ്? ഇറ്റ് കനോട്ട് ഹാവ് മെത്തേഡ് ബോഡി ആൻഡ് കനോട്ട് ബി ഇൻസ്റ്റാൻഷിയേറ്റഡ്. ഇറ്റ് ഈസ് യൂസ്ഫുൾ ടു അച്ചീവ് മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ്. ഇതിന് ഒരു മെത്തേഡിൻ്റെ ഡെഫിനേഷൻ ഒന്നും ബോഡി ഒന്നുമില്ല, ഒരു ജസ്റ്റ് ഒരു സിഗ്നേച്ചറാണത് അല്ലേ. അതായത് ഒരു മോഡൽ മാത്രമാണ്. ഇപ്പം ഞാൻ എൻ്റെ ഇത് പറഞ്ഞുതരാം. പബ്ലിക് ക്ലാസ് എന്ന് പറഞ്ഞ പോലെ തന്നെ പബ്ലിക് ഇൻ്റർഫേസ് കാർ. ജസ്റ്റ് പേരിൽ എന്ന് ഇട്ടേക്ക് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, ഇൻ്റർഫേസ് ആണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഡെസിമൽ മൈലേജ് പറഞ്ഞ മെത്തേഡ് വെറുതെ ഉണ്ടോ, ഡെഫിനീഷൻ ഒന്നുമില്ല, വെറുതെ ഡിക്ലെയർ ചെയ്തിട്ടേക്കുക അല്ലേ. ഇതിൻ്റെ എന്താണ് ഡിസ്ക്രിപ്ഷനോ ഡെഫിനീഷനൊന്നുമില്ല. ഇങ്ങനെ ഒരു സിഗ്നേച്ചർ ക്രിയേറ്റ് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത് ഇൻ്റർഫേസ് എന്ന് പറയുന്നത്. ഇതൊരു ബ്ലൂ പ്രിൻ്റാണ്. ഇനി കാർ എന്ന് പറഞ്ഞൊരു ക്ലാസ് ക്രിയേറ്റ് ചെയ്തിട്ട് ആ ഇൻ്റർഫേസിനെ നമ്മളിവിടെ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പോകുക. അതായത് അതിൻ്റെ ഡെഫിനീഷൻ നമ്മൾ കാർ എന്ന ക്ലാസ്സിനകത്ത് കൊടുക്കാൻ പോവാണ്. പബ്ലിക് ക്ലാസ് കാർ ഇൻഹെറിറ്റൻസ് ചെയ്യണ പോലെ തന്നെ കാർ. അതിനുശേഷം ഈ മെത്തേഡിന് ഇതേപോലെ എഴുതിയ ശേഷം പബ്ലിക് ഡെസിമൽ മൈലേജ് എഴുതിയ ശേഷം ഈ ബ്രേസിനകത്ത് അതിൻ്റെ ഡെഫിനീഷൻസ് കൊടുക്കുകയാണ്. ഇവിടെ വെറുതെ റിട്ടേൺ 0 എന്ന് കൊടുത്തു. ശരിക്കും ഇവിടെ കുറച്ച് കോഡുകൾ ഉണ്ടാവും. ഓക്കെ, ഇപ്പം നമ്മൾ ഈ ഇൻ്റർഫേസ് ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞു. ഇനി ഈ ക്ലാസ്സിനകത്തെ മൈലേജ് എന്ന് പറഞ്ഞ മെത്തേഡ് നമ്മൾ വേറെ ഒരു ക്ലാസ്സിൽ വിളിക്കണമെങ്കിൽ ഇത് നമ്മൾ നേരിട്ട് ഇതിന് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാതെ നമ്മൾ ഈ ക്ലാസ്സിൻ്റെ ഈ ഇൻ്റർഫേസിനെ അതിലേക്ക് ഇൻജക്റ്റ് ചെയ്യുക എന്ന് പറയും. നമ്മൾ ഇൻജക്റ്റ് ചെയ്യുക, എന്നിട്ട് നമ്മൾ ഈ മെത്തേഡിനെ കോൾ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക് നമുക്ക് ഈ ഡെഫിനേഷൻ വർക്കൗട്ട് ആവും. അതാണ് കൺസ്ട്രക്ടർ ഇൻജക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ക്ലാസ്സിൻ്റെ കൺസ്ട്രക്ടർ ഉണ്ടാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഈ ഇൻ്റർഫേസിനെ നമ്മളതിൽ ഇൻജക്റ്റ് ചെയ്ത് വെക്കും. പിന്നീട് ആ ക്ലാസ്സിനകത്ത് നമുക്ക് ഇതിലെല്ലാ മെത്തേഡുകളും വിളിക്കാൻ പറ്റും. അടുത്തൊരു സ്റ്റെപ്പിൽ കാണിച്ചു തരാം എന്താണ് ശരിക്കും ഇൻ്റർഫേസ് ഉപയോഗിക്കുന്നത് വെച്ചാൽ. ഇതാണ് എക്സാക്റ്റ് നമ്മളുടെ എക്സിക്യൂട്ട് ചെയ്യുന്ന ക്ലാസ് എന്ന് വിചാരിക്കുക. റൺ ചെയ്യുമ്പോൾ ഈ ക്ലാസ്സിനകത്തേക്ക് ഇൻ്റർഫേസിനെയാണ് നമ്മൾ ഇൻജക്റ്റ് ചെയ്യുന്നത്. ഇൻ്റർഫേസിനെ ഇവിടെ ഇൻജക്റ്റ് ചെയ്ത് വെച്ചു. ഓക്കെ, ഇനി ഇതാണ് നമ്മളെ ഈ ഇൻ്റർഫേസിൻ്റെ ഡെഫിനീഷൻ വരുന്ന പാർട്ട്. എന്താണ് ഇൻ്റർഫേസിൽ ഇവിടെ ജസ്റ്റ് ഒരു ലൈനേ ഉണ്ടാവുള്ളൂ അല്ലേ. അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ, അതായത് അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്സ് എല്ലാം ഇവിടെ ഉണ്ടാവുക. ഇതിവിടെ ഡിറൈവ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഇതിൻ്റെ ഡെഫിനേഷനും കാര്യങ്ങളൊക്കെ കാറിൽ ചെയ്തിട്ടുണ്ടാവും. എന്നിട്ട് കാർ എന്ന് പറയുന്ന ഒരു ഇൻ്റർമീഡിയറ്റ് കമ്മ്യൂണിക്കേറ്റർ ആയിട്ട് ഇവിടെ നിൽക്കും.
ഇതിനെ നമുക്ക് ഏത് ക്ലാസ്സിലേക്കും ഇൻജെക്റ്റ് ചെയ്ത് വിടാൻ പറ്റും. ഇതിന് ഇങ്ങോട്ട് ഇൻജെക്റ്റ് ചെയ്യാം, ഇങ്ങോട്ട് ഇൻജെക്റ്റ് ചെയ്യാം. അപ്പോൾ ഈ ക്ലാസ്സുമായിട്ടുള്ള ഡയറക്റ്റ് ഡിപ്പെൻഡൻസി പോയി അല്ലേ. നാളെ നമുക്ക് ഈ ക്ലാസ്സിൽ മാറ്റിയിട്ട് നമുക്കിവിടെ പല കാര്യങ്ങളും ചെയ്യുമ്പോൾ ഇതിനെ അത് എഫക്റ്റ് ചെയ്യുന്നില്ല. ഇവിടെ എല്ലാം ഇൻജെക്റ്റ് ചെയ്ത് കൊടുത്തും അത് വർക്കൗട്ട് ആവും. നാളെ നമുക്കിപ്പോൾ ഇതിൻ്റെ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ആഡ് ചെയ്യണമെങ്കിൽ ഇവിടെ ചെയ്യാം. ഓക്കെ, അപ്പം ഇങ്ങനെ ഇടയ്ക്കുള്ള ഇൻ്റർമീഡിയറ്റ് കമ്മ്യൂണിക്കേറ്ററാണ് ഇൻ്റർഫേസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇൻഹെറിറ്റൻസ് പഠിച്ചു. നോർമലി ഒരു ക്ലാസ്സിലെ പ്രോപ്പർട്ടി മറ്റുള്ളതിലേക്ക് പ്രോപ്പർട്ടീസും ഇതും വരുന്നത് നമ്മളൊരു എക്സാമ്പിൾ ചെയ്തു കഴിഞ്ഞു. അതിനുശേഷം നമ്മൾ കുറച്ച് കൺസ്ട്രക്ടറാണ്. കൺസ്ട്രക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഒരു ക്ലാസ് ക്രിയേറ്റ് ആകുമ്പോഴത്തേന് ഓട്ടോമാറ്റിക് അതിൻ്റെ അകത്തുള്ള എല്ലാ കോഡുകളും എക്സിക്യൂട്ട് ചെയ്യും. കൺസ്ട്രക്ടർ എന്ന് പറയുന്നത് ഇത് ഇൻ്റർഫേസ് നമ്മളിപ്പോൾ പഠിച്ചത്. ഇനി ഈ ഇൻ്റർഫേസ് യൂസ് ചെയ്യുന്നൊരു സാമ്പിൾ നോക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ട കാറ് പോലെ തന്നെ നമ്മളിപ്പം ഇൻജെക്റ്റ് ചെയ്യാണ് ഇൻ്റർഫേസിനെ, അതായത് വെഹിക്കിൾ എന്ന് പറഞ്ഞ ക്ലാസ്സിലേക്ക്. നേരത്തെ ഇൻഹെറിറ്റൻസാണ് കണ്ടത്, ഇതല്ല, ഇൻജെക്റ്റ് ചെയ്യാണ്. ക്ലാസ് വെഹിക്കിൾ നമ്മൾ ഐ കാറിൻ്റെ ഒരു വേരിയബിൾ, ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാം. അവിടെ നമ്മൾ ന്യൂ എന്ന് പറഞ്ഞ ഇൻസ്റ്റാൻഷിയേഷൻ ആവശ്യമില്ല. പ്രൈവറ്റ് ഐ കാർ ഈക്വൽ ടു പ്രൈവറ്റ് ഐ കാർ സ്പേസ് അണ്ടർസ്കോർ ഐ കാർ. അണ്ടർസ്കോർ ഐ കാർ ഞാൻ പേരിട്ടതാണ്. ഈ ഐ കാർ എന്ന് പറഞ്ഞാൽ നമ്മളെ ഇൻ്റർഫേസിൻ്റെ പേരാണ് കേട്ടോ. എന്നിട്ട് ഇത് നമ്മളെ കൺസ്ട്രക്ടറാണ്, ഞാൻ നേരത്തെ കാണിച്ചു തന്നെ. കൺസ്ട്രക്ടറിലേക്ക് ഇനി ഇൻജെക്റ്റ് ചെയ്യാൻ പോവാണ്. ഓക്കെ, കൺസ്ട്രക്ടർ പബ്ലിക് വെഹിക്കിൾ ക്ലാസ്സിൻ്റെ അതേ പേര് കൺസ്ട്രക്ടറിന് ഇട്ടു. ബ്രാക്കറ്റിനകത്ത് ഐ കാറിൻ്റെ വേറൊരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു. ഐ കാർ ഇവിടെ അണ്ടർസ്കോർ ഇല്ല കേട്ടോ, ഇത് വേറെയാണ്. എന്നിട്ട് ഇതിനകത്ത് ഈ അണ്ടർസ്കോർ ഐ കാർ ഈക്വൽ ടു ഈ പാസ് ചെയ്ത പാരാമീറ്റർ ഐ കാർ കൊടുത്തു. ഇപ്പം നമ്മൾ ഇൻജെക്റ്റ് ചെയ്തു. ഇനി അണ്ടർസ്കോർ ഐ കാർ ഡോട്ട് അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഐ കാറിനകത്തെ മെത്തേഡുകളും പ്രോപ്പർട്ടികളും എല്ലാം അവൈലബിൾ ആയിരിക്കും. ഇനി വേറൊരു ക്ലാസ്സിൽ ഇതേപോലെ ചെയ്യണമെങ്കിൽ നമ്മൾ വെഹിക്കിളല്ല വേറെ ക്ലാസ്സിൽ ചെയ്യുകയാണെങ്കിൽ ആ ക്ലാസ്സിൽ ഇതേപോലെ നമുക്ക് ഇൻജെക്റ്റ് ചെയ്യാൻ പറ്റും. അപ്പം ഐ കാർ എന്നുള്ളതാണ് കോമൺ കമ്മ്യൂണിക്കേഷൻ പോയിന്റ്. ഐ കാറിൻ്റെ ഡെഫിനീഷൻ നമ്മൾ നേരത്തെ കാണിച്ചെന്ന പോലെ അതിനകത്താണ് മെത്തേഡ്സ് എല്ലാം ചെയ്തേക്കുന്നത്. ഐ കാർ എന്താണ്, വെറും ഒരു സിഗ്നേച്ചർ മാത്രമാണ്. അതിനകത്ത് എക്സ്പ്ലനേഷനോ ഡെഫിനീഷനോ ഒന്നും ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ രണ്ട് മൂന്ന് കാര്യങ്ങൾ പഠിച്ചു. ഫസ്റ്റ് ഇൻഹെറിറ്റൻസ് പഠിച്ചു, സാമ്പിൾ പറഞ്ഞു. അതിനുശേഷം കൺസ്ട്രക്ടർ എന്താണെന്ന് പഠിച്ചു. ക്ലാസ്സിൻ്റെ അതേപോലെ ഈ ക്ലാസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക് ഇതിനകത്തുള്ള കോഡ് ഇൻസ്റ്റാൻഷിയേറ്റ് ചെയ്യും. അപ്പോൾ എന്താണ്, നമ്മളിനിപ്പോൾ വെഹിക്കിളിൻ്റെ ഒബ്ജക്റ്റ് എവിടെയെങ്കിലും ക്രിയേറ്റ് ചെയ്യുമ്പോൾ തന്നെ കൺസ്ട്രക്ടർ അതിലേക്ക് ഇൻജെക്റ്റ് ആയിട്ടുണ്ടാവും. കാരണം ഇത്രയും കോഡുകൾ എക്സിക്യൂട്ട് ആവും ഓട്ടോമാറ്റിക്. ഡിക്ലറേഷൻ എന്തായാലും എക്സിക്യൂട്ട് ആവും. ഇത്രയും കോഡുകൾ എക്സിക്യൂട്ട് ആകുമ്പോൾ കൺസ്ട്രക്ടർ ഇൻജെക്റ്റ് ആയി. പിന്നെ നമുക്ക് ഈസിയാണ് ഈ ഇൻ്റർഫേസ് യൂസ് ചെയ്യാനായിട്ട് കണ്ടോ. അപ്പോൾ ഈ ഇൻ്റർഫേസിലേക്കാണ് എപ്പോഴും കമ്മ്യൂണിക്കേഷൻ വരുന്നത് അല്ലേ. ഇൻ്റർഫേസിൻ്റെ ഡെഫിനീഷൻ ഇവിടെ ഇവർ തമ്മിൽ മാത്രമേ കമ്മ്യൂണിക്കേഷൻ ഉള്ളൂ. പക്ഷേ ബാക്കി എല്ലാ ക്ലാസ്സുകളും ഈ ഐ കാറുമായിട്ടാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒരു ചിത്രമാണ് ഇവിടെ വരച്ചത്. ഇത് ഇൻജെക്റ്റ് ചെയ്യുന്നതിൻ്റെ കൺസ്ട്രക്ടർ ഇൻജെക്ഷൻ എന്നാണ് ഇതിനെ പറയുക. അതിൻ്റെ ഒരു എക്സാമ്പിളാണ് പഠിച്ചത്. ഓക്കെ, നിങ്ങൾക്ക് കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടായിട്ടുണ്ടാകും. പക്ഷേ ഒന്നുകൂടി വീഡിയോ 2-3 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് കാണാം. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ഈ വീഡിയോയിൽ കമൻറ്റ് ചെയ്യാം. നമുക്കിനി അടുത്ത ഒരു സബ്ജക്റ്റായിട്ട് പുതിയ എപ്പിസോഡിൽ കാണാം. ഓക്കെ, ബൈ.